പണ്ട് പണ്ടൊരു ശാന്തമായ ഗ്രാമത്തിൽ ഒരു വൃദ്ധയായ സ്ത്രീ താമസിച്ചിരുന്നു. അവർക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ അവർ ദുഃഖിതയായിരുന്നു. ഒരു ദിവസം അവർ ആ ഗ്രാമത്തിലെ ഒരു മന്ത്രവാദിനിയെ ചെന്ന് കണ്ട് തന്റെ സങ്കടം പറഞ്ഞു. മന്ത്രവാദിനി അവർക്കൊരു ചെടിയുടെ വിത്ത് നൽകിയിട്ട് അതൊരു ചെടിച്ചട്ടിയിൽ കുഴിച്ചിടുവാൻ ആവശ്യപ്പെട്ടു. വൃദ്ധ മന്ത്രവാദിനി പറഞ്ഞതുപോലെ ചെയ്തു. പിറ്റേന്ന് രാവിലെ അവർ ഉറക്കമുണർന്നപ്പോൾ ചെടിച്ചട്ടിയിൽ ഒരു പൂ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടു. പൂവിന്റെ ഇതളുകൾക്കുള്ളിൽ ഒരു തള്ളവിരലിന്റെ മാത്രം വലിപ്പമുള്ള ഒരു സുന്ദരി പെൺകുട്ടിയും ഉണ്ടായിരുന്നു. വൃദ്ധയ്ക്ക് അവളെ കണ്ടപ്പോൾ സന്തോഷമായി. വൃദ്ധ അവൾക്ക് വാൾനട്ടിന്റെ തൊണ്ടിനുള്ളിൽ കിടക്കയും പൂവിന്റെ ഇതളുകൾ കൊണ്ട് പുതപ്പും ഉണ്ടാക്കി കൊടുത്തു. തള്ളവിരലിന്റെ മാത്രം വലിപ്പമുള്ളതുകൊണ്ട് വൃദ്ധ അവൾക്ക് തംബ്ലീന എന്നു പേരുമിട്ടു. തംബ്ലീന വൃദ്ധയോടൊപ്പം വളരെ കാലം സുഖമായി ജീവിച്ചു. എന്നാൽ ഒരു ദിവസം അവളെ ഒരു തവള കാണുവാനിടയായി. സുന്ദരിയായ തംബ്ലീന തന്റെ മകൻ അനുയോജ്യയായ വധുവായിരിക്കുമെന്ന് കരുതിയ തവള അവളെ തട്ടിക്കൊണ്ടുപോയി. ഒരു കുളത്തിന് നടുവിലുള്ള തന്റെ വീട്ടിലേക്കാണ് തവള തംബ്ലീനയെ കൊണ്ടുപോയത്. തവളയുടെ മകനെ കല്യാണം കഴിക്കുവാൻ തംബ്ലീനയ്ക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അവൾ കരയുവാൻ തുടങ്ങി. അവളുടെ കരച്ചിൽ കേട്ട് അതുവഴി വന്ന ഒരു പാവം മത്സ്യം അവളെ രക്ഷിക്കാമെന്ന് വാക്കുകൊടുത്തു. മത്സ്യം തംബ്ലീനയെ പുറത്തേറ്റി കരയിലേക്ക് നീന്തി. മത്സ്യത്തോട് നന്ദി പറഞ്ഞ ശേഷം തംബ്ലീന കാടിനുള്ളിലേക്ക് യാത്ര തുടർന്നു. കുറച്ചു ദൂരം സഞ്ചരിച്ച തംബ്ലീന ഒരു വണ്ടിനെ കണ്ടെത്തി. വണ്ടവളെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വണ്ടവളോട് വളരെ കരുണയോടെയാണ് പെരുമാറിയതെങ്കിലും വണ്ടിന്റെ വീട്ടിൽ തംബ്ലീനയ്ക്ക് ഏകാന്തത അനുഭവപ്പെട്ടു. അവൾക്ക് തിരികെ വീട്ടിലേക്ക് പോകണമെന്ന് തോന്നി. അവൾ വണ്ടിനോട് നന്ദി പറഞ്ഞ് വീണ്ടും യാത്ര തിരിച്ചു. വൈകാതെ മഞ്ഞുകാലം വന്നെത്തി. തംബ്ലീന കാട്ടിൽ തണുത്തു വിറയ്ക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു വയലിൽ താമസിക്കുന്ന എലി അവളെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. തംബ്ലീന ആ ക്ഷണം സ്വീകരിച്ചു. വയലിലെ എലി വളരെ കരുണയോടെ തംബ്ലീനയോട് പെരുമാറി. എന്നാൽ തംബ്ലീനയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ഒരു ധനികനായ എലി തന്നെ അവൾക്ക് വിവാഹം ചെയ്തു തരികയാണെങ്കിൽ ധാരാളം ഭക്ഷണ സാധനങ്ങളും ധാന്യങ്ങളും തരാമെന്ന് വയലിലെ എലിയോട് പറഞ്ഞു. ഇത് കേട്ട് പ്രലോഭിതയായ വയലിലെ എലി അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ചു. തംബ്ലീനയ്ക്ക് പക്ഷേ ധനികനായ എലിയെ വിവാഹം കഴിക്കുവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ മഞ്ഞുകാലമായിരുന്നതിനാൽ വയലിലുള്ള എലിയുടെ വീട് വിട്ടു പോകുവാനും അവൾക്ക് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ തംബ്ലീന ദുഃഖിതയായിരിക്കുമ്പോഴാണ് ചിറകൊടിഞ്ഞ ഒരു കുരുവി വയലിൽ കിടക്കുന്നത് അവൾ കണ്ടത്. കുരുവിയോട് ദയവ് തോന്നിയ തംബ്ലീന അതിനെ ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. വൈകാതെ തന്നെ കുരുവി സുഖം പ്രാപിച്ചു. പറന്നു പോകുന്നതിനു മുമ്പ് തംബ്ലീനയെ രക്ഷിക്കാനായി തിരിച്ചു വരുമെന്നവൾ വാക്കുകൊടുത്തു. വസന്തകാലമായപ്പോൾ കുരുവി തിരിച്ചെത്തി. തംബ്ലീനയെ തന്റെ പുറത്തേറ്റി അവൾ മനോഹരമായ ഒരു പുൽത്തകിടിയിലേക്ക് പറന്നെത്തി. പൂക്കൾ നിറഞ്ഞു നിന്നിരുന്ന മനോഹരമായ ഒരു പുൽത്തകിടിയായിരുന്നു അത്. അവിടെ തംബ്ലീനയ്ക്ക് സന്തോഷവും സമാധാനവും അനുഭവപ്പെട്ടു. അവൾ പൂക്കളുടെ ഇടയിലൂടെ നടക്കുവാൻ തുടങ്ങി. പൂക്കളുടെ ഉള്ളിൽ അവളെ പോലെയുള്ള മറ്റു മാലാഖ കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് അവൾ കണ്ടു. പക്ഷെ അവർക്കെല്ലാവർക്കും ചിറകുകൾ ഉണ്ടായിരുന്നു. തംബ്ലീനയെ കണ്ട അവരിലൊരാൾ അവളുടെ അടുത്തേക്ക് വന്ന് അവൾക്കും 2 ചിറകുകൾ സമ്മാനിച്ചു. തംബ്ലീന തന്റെ ചിറകുകൾ ഉപയോഗിച്ച് പൂക്കളുടെ ഇടയിൽ പറന്നു നടന്നു. വൈകാതെ തന്നെ മാലാഖമാരുടെ ലോകത്തെ രാജകുമാരനെ അവൾ കണ്ടുമുട്ടുകയും അവർ തമ്മിൽ സ്നേഹത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ തനിക്ക് അനുയോജ്യമായ മാന്ത്രിക ലോകത്തെത്തിപ്പെട്ട തംബ്ലീന പിന്നീടുള്ള കാലം രാജകുമാരനോടൊപ്പം സുഖമായി ജീവിച്ചു.